പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അല്പം മുമ്പാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ച് തീർന്നത്. അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുകയാണ്. പ്രതിപക്ഷത്തിന്റെ അടക്കം വിമർശനങ്ങൾക്ക് മറുപടി ഉണ്ടാകുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ജനക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകി സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസമായി ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗം അല്പസമയം മുമ്പാണ് അവസാനിച്ചത്. ബജറ്റ് വിശദമായി ഇത്ര സമയമെടുത്ത് വായിച്ചതുകൊണ്ട് പിന്നെ നിങ്ങളുടെ ഈ ബജറ്റ് ഡോക്യുമെന്റ് കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ ബജറ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണങ്ങളിൽ ഒന്ന് നമ്മുടെ ബജറ്റിൻ ബ്രീഫാണ്. അത് വന്നിട്ടുണ്ട്. ബജറ്റിൻ ബ്രീഫിനകത്ത് എല്ലാ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട്. പ്രസംഗം മാത്രമല്ല, പിന്നെ നമ്മൾ ഇപ്രാവശ്യം കഴിഞ്ഞ സിറ്റിസൺസ് ഗൈഡ് ഉണ്ട്. ഇതിനകത്തും ഹൈലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അധികം വിശദമായിട്ട് സംസാരിക്കേണ്ട കാര്യം ഇല്ല, ചോദിക്കുന്നതിനകത്ത് പറയാം. പക്ഷെ ബജറ്റിന്റെ ഇതുവരെ കേരളത്തിലെ ബജറ്റ് സൈസുകളിൽ ഏറ്റവും ബജറ്റ് വലിയ സൈസ് തന്നെയാണ് ഇപ്രാവശ്യം. അത് സ്വാഭാവികമായിട്ടും ഓരോ വർഷം കഴിയുമ്പോൾ കൂടി വരും. കഴിഞ്ഞ ബജറ്റ് സൈസ് ഞങ്ങൾ പറഞ്ഞിരുന്നത് 2 ട്രില്യൺ ആവും. അതിനടുത്തേക്ക് എത്തി. ഫൈനൽ അക്കൗണ്ട് വരുന്നതേ ഉള്ളൂ. അന്നതൊരിക്കലും നടക്കില്ല എന്ന് അന്ന് സഭയിൽ തന്നെ പ്രതിപക്ഷം പറഞ്ഞത് ഞാൻ ഓർമ്മിപ്പിക്കാം. ഇപ്രാവശ്യം കുറച്ചുകൂടി ഏറിയയിൽ പുതിയ കാര്യങ്ങളിൽ എല്ലാം മുൻകൈ എടുത്തുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ഓഫീസർമാർ ACS ഫൈനാൻസ് ശ്രീ ജ്യോതിലാൽ, പിന്നെ അജിത് പാട്ടീൽ നമ്മുടെ റിസോഴ്സിന്റെ സെക്രട്ടറി ശ്രീലക്ഷ്മി, സച്ചിൻ ഷഫീഖ്, അവരെല്ലാം ഞങ്ങളുടെ ഫിനാൻസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. ബാക്കിയുള്ള ആളുകളുണ്ട്. അപ്പോൾ ബഡ്ജറ്റിൽ ഇപ്രാവശ്യത്തെ പൊതുവായ ഹൈലൈറ്റ് എല്ലാം അതിനകത്ത് നമ്മൾ പറഞ്ഞു. ബജറ്റിൻ ബ്രീഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതോടെ പിന്നെ നിങ്ങൾ നോക്കാൻ പോകുന്നതായിരിക്കും. റവന്യൂ റെസീറ്റ്സ് 1,82,972 കോടി രൂപ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതിനകത്ത് സ്പ്ലിറ്റപ്പ് ഉണ്ട്. ക്യാപിറ്റൽ റെസീറ്റ്സ് ബേസിക്കലി ബോറോയിങ് ആണ്. എല്ലാം കൂടി വരുമ്പം 56,935 കോടി രൂപ വരും എന്നാണ് എക്സ്പെക്ടേഷൻ. പിന്നീട് ടോട്ടൽ റെസീറ്റ്സ് അങ്ങനെ വരുമ്പം 2,39,907 കോടി രൂപ വരും. കേരളത്തിലെ ഒരു ഹ്യൂജ് സൈസാണ്. 2 ലക്ഷം ആണ് കഴിഞ്ഞ പ്രാവശ്യം എക്സ്പെക്ട് ചെയ്തെങ്കിൽ 2,39,000. എക്സ്പെൻഡിച്ചറിന്റെ സൈഡ് നോക്കുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ അത് തന്നെയായിരിക്കും. കാരണം 2,39,907 കോടി രൂപ എക്സ്പെൻഡിച്ചർ വരുന്ന ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് നമ്മൾ 2 ട്രില്യൺ എന്ന ആശയം പറഞ്ഞതാണ്. ഇപ്രാവശ്യം അതിൽ നിന്ന് മേളി വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻകം, നമ്മുടെ ഓരോ മേഖലയിലും ഉള്ള വരുമാനവും അതിന്റെ ഭാഗമായിട്ട് വർദ്ധിച്ചു വന്നിട്ടുള്ളത് ഇതിനകത്ത് കാണാം ഉണ്ട്. ഈ എഫക്റ്റീവായിട്ടുള്ള മൂലധന ചെലവ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് 30,961. എഫക്റ്റീവായിട്ട് എന്ന് പറയുന്ന കാര്യം കിഫ്ബിയും മറ്റും ചെലവാക്കുന്നത് സാധാരണ നമ്മുടെ പ്ലാനിനകത്ത് വരുന്നതല്ല. സോ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ പ്ലാനിന് ഇതുകൂടെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലൊരു വളരെ നല്ല തരത്തിലേക്കുള്ള ഇമ്പ്രൂവ്മെന്റ് വരും. അപ്പം മൂലധന ചെലവ് ഒരു സംസ്ഥാനത്തിന്റെ ഇക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. മൂലധന ചെലവുണ്ടെങ്കിൽ മാത്രമേ വീണ്ടും ഇതിൽ നിന്നുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണം, വിഴിഞ്ഞത്തിന് 5,000 കോടി 4,000 കോടി നമ്മൾ ഇതുവരെ ചെലവാക്കിയില്ലെങ്കിൽ പിന്നെ തുറമുഖം ഉണ്ടാവില്ല. അത്ര എംപ്ലോയ്മെന്റ്. പക്ഷെ മൂലധന ചെലവ്, എഫക്റ്റീവായ മൂലധന ചെലവിന്റെ കാര്യത്തിനകത്ത് അങ്ങനെ കണക്കുണ്ട്. റവന്യൂ കമ്മി 34,587 കോടി രൂപയാണ്. ആഭ്യന്തര ഉത്പാദനത്തിന് 2.12% ആണ്. ധനക്കമ്മി 3.4% ആണ്. അതായത് 55,420 എന്ന് പറഞ്ഞാൽ ആഭ്യന്തര GSDP-യുടെ ആണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, 3.5 വരെ ആവാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.